ഹായ്, എല്ലാവർക്കും മനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ ഓണസദ്യക്ക് സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു മസാല കറിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ ഈ ട്രിവാൻഡ്രം സൈഡിൽ നമ്മൾ കൂട്ടുകറി അങ്ങനെ ഈ കടല വെച്ചിട്ടുള്ള കൂട്ടുകറിയൊന്നും ഉണ്ടാക്കാറില്ല. ഈ മസാലക്കറി തന്നെയാണ് ഉണ്ടാക്കുന്നത്. കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോഴാണെങ്കിൽ നമ്മൾ ഈ വട കൂട്ടുകറി ഉണ്ടല്ലോ, അതാണ് കിട്ടുന്നത്. അപ്പോൾ വീട്ടിലാകുമ്പോൾ നമ്മൾ വടയൊന്നും ഉണ്ടാക്കില്ല, വെറുതെ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടൊരു മസാലക്കറി ഉണ്ടാക്കും. അത് വളരെ ടേസ്റ്റിയാണ്, എന്നാൽ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് അതിൻ്റെ റെസിപ്പിയാണ്. സമയം കളയാതെ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഈ കറിയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 4 ചെറിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് പിന്നെ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി. ഇപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ 4 എണ്ണം എടുത്തു. അപ്പോൾ ഇത് പുഴുങ്ങിയിട്ട് തന്നെ ഈ മസാലക്കറി ഉണ്ടാക്കണം. വെറുതെ ഉരുളക്കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വേവിച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ശരിക്കുള്ളൊരു പരുവത്തിൽ കിട്ടില്ല. ഇത് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ഒരു മസാല പോലെയാണ് വേണ്ടത്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ പീസെല്ലാം നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ടാക്കിയാലേ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ ഇതുപോലെ ഈ മുളകുണ്ടല്ലോ, തൊണ്ടൻ മുളക് എന്നാണ് ഞങ്ങൾ പറയുക. തൊണ്ടൻ മുളക് അല്ലെങ്കിൽ സാമ്പാർ മുളകെന്ന് പറയും. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഏകദേശം നമ്മുടെ ഈ ബജി മുളകിൻ്റെ ടേസ്റ്റ് തന്നെയാണ് ഇതിനും. അപ്പോൾ ആ മുളകാണ് ഈ കറിയിൽ വേണ്ടത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കറിക്ക് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനത്തെ മുളക് നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇഷ്ടംപോലെ എല്ലാ പച്ചക്കറി കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അതല്ല പുറത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടില്ലെങ്കിൽ വലിയ ബജി മുളകില്ലേ, അങ്ങനത്തെ അത് യൂസ് ചെയ്താലും. ഞാനിതിന് മുന്നേ ഒരു വടക്കൂട്ടുകറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത്. അപ്പോൾ അതിനകത്ത് ഞാൻ ബജിമുളകാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വടക്കൂട്ടുകറിയും ഈ മസാലക്കറിയൊക്കെ ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൽ ഞാൻ ബജിമുളകാണ്, വലിയ ബജിമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഏത് മുളകാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ മുളകിന് കുറച്ച് എരിവ് കുറവാണ്, എന്നാലും ഇത്ര അളവിനൊരു 2 മുളക് മതി കേട്ടോ. നമുക്ക് 3 എണ്ണം വേണ്ട. അപ്പോൾ 2 മുളക് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് നല്ലത്. നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു 2 ചെറിയ സവോള അരിഞ്ഞത് ചേർക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവോളയുടെ നിറം ഒന്നും മാറണ്ട, ഇത് നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും, നമ്മൾ എടുത്തു വെച്ച മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് നന്നായിട്ട് മാറണം. സവോള കുറച്ചും കൂടെ ഒന്ന് വാടുകയും വേണം. സവോള ഇതുപോലെ നന്നായിട്ട് വാടി കഴിയുമ്പോൾ പൊടികൾ ചേർക്കാം. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. പിന്നെ ഇതിൽ നമ്മൾ മല്ലിപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ പൊടികൾ നല്ലതായിട്ട് മൂത്ത് വരാം. എൻ്റെ വീട്ടിലൊക്കെ ഈ മസാലക്കറി സദ്യക്ക് നിർബന്ധമാണ് കേട്ടോ. നമ്മൾ ഈ വടക്കൂട്ടുകറി ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പക്ഷേ സദ്യക്ക്, നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോഴാണ് വടക്കൂട്ടുകറി കിട്ടുക. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരിയല്ല, ഒരു 1/2 കപ്പ് ഒഴിച്ചാൽ മതി. കൂടിപ്പോയി കഴിഞ്ഞാൽ കറി ലൂസായി പോവും. ഇതൊരു മസാല പോലെ, കുഴഞ്ഞിരിക്കുന്ന ഒരു മസാല പോലെയാണ് വേണ്ടത്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇടാം. ഇനി നമുക്കൊരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് അടച്ചു വയ്ക്കാം. ഈ വെള്ളം വറ്റി മസാല ആ ഉരുളക്കിഴങ്ങിലൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം. വെള്ളം പെട്ടെന്ന് വറ്റും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് നോക്കണം. ചെറിയ തീയിലേ വെക്കാവുള്ളൂ, അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്ക് നോക്കണം. ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വയ്ക്കാം.
അപ്പോൾ 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ആ വെള്ളമൊക്കെ വറ്റി മസാല ആ ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് പിടിച്ച് ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഇത് പതുക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഫുൾ ഉടയ്ക്കേണ്ട, കുറച്ച് കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളൊക്കെ കിടപ്പുണ്ടാവണം കേട്ടോ, നമുക്ക് കഴിക്കാനുണ്ടാവണം. അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതിനകത്ത് 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി. ഇത് തിളക്കരുത്, ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ചൂടാവണം. ഈ സമയത്ത് കറി ഒരു ഇച്ചിരി ഒന്ന് ലൂസാവുന്ന പോലെ തോന്നും, പക്ഷെ അത് കുഴപ്പമില്ല. ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും നല്ല ഒരു മസാല പോലെ കട്ടിയുള്ളൊരു മസാലയായിട്ട് മാറും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല അടിപൊളി സദ്യ സ്പെഷ്യൽ മസാലക്കറി റെഡി ആയിട്ടുണ്ട്. ഇതാ സദ്യക്ക് അവിയലും ചോറും ഈ മസാലക്കറിയൊക്കെ കുഴച്ച് കഴിക്കാനുണ്ടല്ലോ, പറയുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണേ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.